ഹലോ ഫ്രണ്ട്സ്, ട്യൂട്ടർവോൾട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഒരു പോസ്റ്റ് ചെയ്ത് വൈറലാക്കാൻ സാധിക്കും. അതായത് കമ്മ്യൂണിറ്റി ടാബിനെ കുറിച്ച് നിങ്ങൾക്ക് ഓൾറെഡി തന്നെ അറിയാം. എന്തിനാണ് കമ്മ്യൂണിറ്റി ടാബ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വരാനിരിക്കുന്ന അപ്ഡേഷൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഇതൊക്കെ നമുക്ക് പാസ് ചെയ്യുന്നതിന് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് യൂസ് ചെയ്യാം. കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് വളരെ എളുപ്പത്തിന് നമുക്ക് പറയാനുള്ള ആശയങ്ങളും കാര്യങ്ങളും അപ്ഡേറ്റും ഇൻഫർമേഷനും എല്ലാം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. അത് കണ്ട് ഇഷ്ടപ്പെടുന്ന മറ്റാളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്നും ഒരു ഏണിങ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം. കാരണം ഒരു കമ്മ്യൂണിറ്റി ടാബിലൂടെ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള ഒരു കിടിലൻ ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ്. കാരണം യൂട്യൂബ് ചാനൽ ഉള്ളവർ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് വീഡിയോ തന്നെയാണ്. കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് പാർട്സ് തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വിഭാഗം തന്നെയാണ് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഓപ്ഷൻ തന്നെയാണ്. അതിലൂടെ നമുക്ക് ഫോട്ടോസ്, പോളിങ് എല്ലാം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെയാണ് ടെക്സ്റ്റൊക്കെ നമുക്ക് അതിലൂടെ അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിലൂടെ നമുക്ക് എന്തൊക്കെ അപ്ഡേറ്റ് ചെയ്യാം, അതിലൂടെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്ക് എന്തൊക്കെ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കാം, അതിലൂടെ നമുക്ക് എങ്ങനെ വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബർ കൊണ്ടുവരാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാനൽ ഒരു ഫുൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിനൊക്കെ നമുക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി ടാബ് യൂസ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ ശേഷം നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഈ വീഡിയോനെക്കുറിച്ചുള്ള കമൻറ്റ് രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്കൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇമേജ്, ടെക്സ്റ്റ്, ഒരു പോളിംഗ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗിൻ ചെയ്തിട്ടുള്ള നിങ്ങളുടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫോണിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ലോഗിൻ ചെയ്തിട്ടുള്ള, അതായത് എൻ്റെ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ടുള്ള യൂട്യൂബ് അക്കൗണ്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഒരു ഐക്കൺ കണ്ടോ, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രൊഫൈൽ പിക്ചറാണ് ഈ കാണുന്ന ഐക്കൺ എന്ന് പറയുന്നത്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലിൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ യുവർ ചാനൽ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചാനലും നമ്മുടെ ചാനലിൻ്റെ അകത്തുള്ള വീഡിയോസും എല്ലാം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നിങ്ങൾ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ഈ റൈറ്റ് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അതായത് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഡീറ്റെയിൽസും ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ പോസ്റ്റിനും എത്ര ലൈക്സ് വന്നിട്ടുണ്ടെന്ന് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 45 ലൈക്സ്, അതുപോലെ 32 കമൻറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതെൻ്റെ ചാനൽ 5000 സബ്സ്ക്രൈബർ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിട്ട ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഏറ്റവും എളുപ്പത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ചെയ്തതിൻ്റെ ഒരു അപ്ഡേഷൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ, അതായത് നിങ്ങൾ ഇപ്പോൾ തിങ്കളാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും, അതായത് വരാൻ പോകുന്ന തിങ്കളാഴ്ച ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് എത്രമാത്രം സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ വ്യൂവേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു കാര്യം അവരെ നമുക്ക് വളരെ എളുപ്പത്തിന് മനസ്സിലാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ ഇന്ന സമയത്ത് ഒരു യൂട്യൂബ് വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ മുൻകൂട്ടി നമുക്ക് അറിയിക്കുന്നതിന് വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെയുള്ള പോസ്റ്റിംഗ് വളരെ നമുക്ക് ഉപകാരപ്പെടും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാണാണ്ട് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ, കാരണം അവരുടെ ഹോം പേജിലേക്കോ അല്ലെങ്കിൽ അവരുടെ സെർച്ച് ഫീൽഡിലേക്കോ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ അവരിലേക്ക് ആ വീഡിയോ വീണ്ടും എത്തുകയും
നമുക്ക് വളരെ എളുപ്പത്തിന് നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും നമുക്ക് കൂടുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ സബ്സ്ക്രൈബർ കാണാണ്ട് പോകുന്ന പല വീഡിയോസും കമ്മ്യൂണിറ്റി ടാബിലൂടെയുള്ള പോസ്റ്റ് അവരിലേക്ക് എത്തുകയും അതിലൂടെ നല്ല റീച്ച് നമ്മുടെ വീഡിയോയ്ക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും ഈ കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്ന ഫീച്ചർ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യണം. കാരണം നിങ്ങൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ടൈമും കാര്യങ്ങളും ഡേറ്റും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വളരെ എളുപ്പത്തിന് തന്നെ ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ടാബ് പോസ്റ്റാണിത്. അതായത് 30 ഡേയ്സ് കൊണ്ട് എങ്ങനെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ആക്കാം എന്നുള്ള ഒരു യൂട്യൂബ് വീഡിയോ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് നല്ല വ്യൂസും സബ്സ്ക്രൈബറും എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഇടാൻ പോകുന്ന അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയവും അത് എപ്പോൾ ഞാനത് ലൈവ് ആക്കും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഞാനൊരു കമ്മ്യൂണിറ്റി ടാബിൽ ഈ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തത്. ഇതിൽ നിന്നും എനിക്ക് നല്ല വ്യൂസും സബ്സ്ക്രൈബറും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്മ്യൂണിറ്റി ടാബിലൂടെ ഒരു പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ അതിലൂടെ നമുക്ക് ഒരു ഫസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് അപ്ലോഡ് ചെയ്യുക എന്ന് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കണ്ടോണം. അപ്പോൾ ഇവിടെ കമ്മ്യൂണിറ്റി ടാബ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഇവിടെ ട്രൈ ഷോയിങ് മെമ്പേഴ്സ് എ സ്നീക്ക് പീക്ക് ഓഫ് നെക്സ്റ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫീൽഡിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് മലയാളം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഡെമോയ്ക്ക് ഞാൻ എഴുതി. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന എന്ത് ഇൻഫർമേഷനാണോ, ഇപ്പം നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷനാണോ, അതോ നിങ്ങൾ ഒരു ലൈവ് ചാറ്റ് വരാൻ പോകുന്നതിൻ്റെ ഇൻഫർമേഷനാണോ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് യൂട്യൂബിലേക്ക് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളി ഫീച്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെയുള്ള പോസ്റ്റ് തന്നെയാണ്. വളരെ എളുപ്പത്തിന് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഹോം പേജിലേക്കും അല്ലെങ്കിൽ റെക്കമെൻഡിലേക്കും എത്തുന്ന വളരെ അടിപൊളി ഒരു ഫീച്ചർ തന്നെയാണ് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്. ഈ ഫീച്ചർ നിങ്ങൾ ഈസി ആയിട്ട് യൂസ് ചെയ്യുക. നിങ്ങളുടെ ചാനലിന് നല്ല ഗ്രോത്തും അതുപോലെ നല്ല വ്യൂവേഴ്സും നിങ്ങളുടെ ചാനലിനുണ്ടാവും. കാരണം ഒരു കൺസിസ്റ്റൻസ് ആയിട്ടുള്ള വ്യൂസും സബ്സ്ക്രൈബറും നമ്മുടെ ചാനലിൽ ഉണ്ടെങ്കിലാണ് നമ്മുടെ ചാനലിന് എപ്പോഴും ഒരു ഗ്രോത്ത് ഉള്ളൂ. കാരണം അവർക്ക് എപ്പോഴും അവർ ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻ, അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ആഗ്രഹിക്കുന്ന ഇൻഫർമേഷൻസ് അവർക്ക് നമ്മളൊരു കണ്ടിന്യൂസ് മെത്തേഡിൽ, അതായത് ഡെയിലി അവരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നും നല്ല ഇൻഫർമേഷൻ ലഭിക്കുകയും അവർ നമ്മുടെ ചാനലിൽ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വ്യൂസിലേക്ക് വരികയും ഉണ്ടാവും. അല്ലാണ്ട് നമ്മൾ ഒരു വീക്കിലി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴത്തേനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും അത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. കാരണം ഈ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി വരുന്ന വീഡിയോസ് കൊണ്ടും അവർക്ക് വളരെ ഉപകാരപ്പെടും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഡെയിലിയുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് എപ്പോഴും ഒരു വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൽ കൺസിസ്റ്റൻസി ആയിട്ട് നിൽക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഒരു 2 ദിവസം വീഡിയോ ചെയ്തില്ല അല്ലെങ്കിൽ 3 ദിവസം വീഡിയോ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഉള്ള പോസ്റ്റുകൾ നിരന്തരം നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഇത് നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ട് ആ തമ്പനെയിലും യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കമ്മ്യൂണിറ്റി ടാബ് ഷെഡ്യൂൾ ചെയ്ത് ഓരോ ദിവസവും ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ കൂടുമ്പോൾ നമുക്ക് ഓരോ കമ്മ്യൂണിറ്റി പോസ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ചാനലിലേക്കുള്ള ഒരു കണ്ടിന്യൂസ്, അതായത് 24 hours ഉള്ള ഒരു വ്യൂസ് നമ്മുടെ ചാനലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ മലയാളം യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇവിടെ പബ്ലിക് ഓൾ ചാനൽ മെമ്പേഴ്സ് സിൽവർ ആൻഡ് ഹയർ, ഗോൾഡ് ആൻഡ് ഹയർ, പ്ലാറ്റിനം ആൻഡ് ഹയർ. ഇത് എന്ന് പറയുന്നത് നമ്മൾ സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അത് നമ്മൾ മെമ്പേഴ്സുള്ള വീഡിയോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ പബ്ലിക് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ് കാണുന്നത്. അപ്പം നമ്മൾ പോസ്റ്റ് എപ്പോഴും പബ്ലിക്കായിട്ട് തന്നെ വെക്കുക. കാരണം പബ്ലിക്കിലൂടെയാണ് നമ്മുടെ ചാനൽസിന് വ്യൂസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഞാനിവിടെ പബ്ലിക്കായിട്ട് തന്നെ വെച്ചു. പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഷെഡ്യൂൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. ഷെഡ്യൂൾ ഡേറ്റ് ഏത് ഡേറ്റിൽ, ഇപ്പോൾ ഞാൻ നാളെ അതായത് സാറ്റർഡേക്ക് ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തു. അതായത് 2023 ജൂലൈ 22 ശനിയാഴ്ചത്തേക്ക് ഒരു ഷെഡ്യൂൾ സെറ്റ് ചെയ്തു. ടൈം എന്ന് പറയുന്നത് 10:59 ആണ്. നിങ്ങൾക്ക് ഏത് ടൈം വേണമെങ്കിലും ഇതിൽ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഞാനിപ്പോൾ ടൈം ഒന്ന് ജസ്റ്റ് 3:59 AM കൊടുത്തു. ടൈം സൂണ് എന്ന് പറയുന്നത് ലോക്കൽ ടൈം GMT 5:30 തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുക. അത് ഓൾറെഡി തന്നെ ഡിഫോൾട്ടാണ്. പിന്നെ ഡൺ സെറ്റ് ചെയ്യുക. ഡൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി തന്നെ ഡണ്ണായി. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമേജസ് ആഡ് ചെയ്യണമെങ്കിൽ, അതുപോലെ തന്നെ പോളിങ്ങും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ താഴെ ചെയ്യാം. നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു തരാം. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ ശേഷം നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആ പറഞ്ഞ ഡേറ്റിൽ, അതായത് നിങ്ങൾ സെറ്റ് ചെയ്ത ഡേറ്റിൽ
സെറ്റ് ചെയ്ത ടൈമിൽ നിങ്ങൾ ഈ ടൈപ്പ് ചെയ്ത മലയാളം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ അപ്ലോഡ് ആവുകയും അത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയും ചെയ്യും. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് എങ്ങനെ പോളിങ് കൊണ്ടുവരാം? ഇപ്പോൾ ഞാനിവിടെ ഈ മലയാളം യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് മാറ്റിക്കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ഷെഡ്യൂൾഡ് ഫോർ ജൂലൈ 22, 2023 3:59 AM ലോക്കൽ ടൈം എന്ന് പറഞ്ഞ് ഷെഡ്യൂളിൻ്റെ ടൈം വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാനതൊന്ന് റിമൂവ് ചെയ്യുകയാണ്. അതിനായിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഷെഡ്യൂൾ റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ ഒരു പോള് ചെയ്യാം? അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു ക്വസ്റ്റിനെയർ സെറ്റ് ചെയ്ത്, അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളൊരു വീഡിയോ ചെയ്തു, ആ വീഡിയോ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നറിയാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിലേക്ക് ഇടുന്നത്. അപ്പം ഞാൻ അതിനുള്ളൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ മലയാളത്തിലാണ് ടൈപ്പ് ചെയ്യുന്നത്. യൂട്യൂബ് ചാനൽ എങ്ങനെ എളുപ്പത്തിൽ മോണിറ്റൈസ് ആക്കാം എന്ന് എഴുതിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യനാണ് ഞാനിന്ന് പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആഡ് പോൾ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇവിടെ എഴുതി വയ്ക്കുക. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളുടെ സബ്സ്ക്രൈബറിൽ നിന്നും അറിയാൻ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ ആ കാര്യത്തിൻ്റെ ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം താഴെ കാണുന്ന ഈ പോൾ എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആഡ് ഓപ്ഷനിൽ നിങ്ങൾ ഫസ്റ്റിൽ യെസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് എന്ത് ഓപ്ഷൻ വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ചോദിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ എങ്ങനെ എളുപ്പത്തിൽ മോണിറ്റൈസ് ആക്കാം, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? അതായത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ അതിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട് എന്നറിയാനായിട്ടുള്ള ഒരു ചെറിയ സിമ്പിളാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ സിമ്പിൾ ട്രിക്കാണിത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇത് ചെയ്തു. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വീണ്ടും ആഡ് ഓപ്ഷൻ കൊടുക്കാം. നമുക്ക് എത്ര ആഡ് ഓപ്ഷൻ കൊടുത്തു വേണമെങ്കിലും നമുക്ക് ഏകദേശം ഒരു 5 ആഡ് ഓപ്ഷൻ തന്നെ ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് ഏകദേശം 65 ക്യാരക്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് 5 ഓപ്ഷൻസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 5 ഓപ്ഷൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് 65 ക്യാരക്ടർ വരെ നമുക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ 2 തന്നെയാണ് കൊടുക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓൾറെഡി അതിന് പബ്ലിക്കിലാണ് കിടക്കുന്നത്. ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്കത് പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് പോസ്റ്റ് ആകുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പോള് സെറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി ടാബിൽ പോള് സെറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പം തന്നെയാണ്. അപ്പോൾ ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. ഇപ്പോൾ ടെക്സ്റ്റ് എങ്ങനെ അപ്ലോഡ് ചെയ്യും, എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും, പോൾ എങ്ങനെ സെറ്റ് ചെയ്യും, അതുപോലെ ആ പോള് സെറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ ഒരു ഇമേജ് എങ്ങനെ കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യും. അതായത് ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് നമുക്കതെങ്ങനെ പോസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ജസ്റ്റ് ഒരു ഇമേജ് കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, കമ്മ്യൂണിറ്റി ടാബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരിക. അതിലിപ്പോൾ ഷെഡ്യൂളും പോസ്റ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പോളിൻ്റെ രണ്ടാമത് കാണുന്ന ഒരു ഐക്കണുണ്ട്. ആ ഐക്കണിൽ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗാലറിയിലേക്ക് പോകും. ഈ ഗാലറിയിൽ നിന്നും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു കമ്മ്യൂണിറ്റി ടാബിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഈ ലോഡ് ചെയ്തെടുത്ത അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിലേക്ക് അപ്ലോഡ് ചെയ്തു വെച്ചിട്ടുള്ള ഈ ഫോട്ടോയാണ് എനിക്ക് കമ്മ്യൂണിറ്റി ടാബിലൂടെ എനിക്ക് എൻ്റെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ട് അത് ജസ്റ്റ് അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കളറും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യുന്നതിന് ഇതുപോലെ ടെക്സ്റ്റ് ഫോട്ടോ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ടെക്സ്റ്റിൻ്റെ കളറും ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാനൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അതിനുശേഷം ഫിൽറ്റർ ചെയ്യാം. നിങ്ങളുടെ ഒരു ഫോട്ടോയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഒരു പ്ലേസിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ പോസ്റ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞ ശേഷം വേറെ എഡിറ്റ് ചെയ്യാനായിട്ട് ടൂളും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യേണ്ട. നിങ്ങൾക്ക് ഈസി ആയിട്ട് യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി ടാബിലൂടെ തന്നെ നിങ്ങൾക്കത് എഡിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്ത ഈ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഈ ഇമേജ് ഞാനൊന്ന് എഡിറ്റ് ചെയ്യുകയാണ്. ഞാൻ ജസ്റ്റ് അതിനൊന്ന് കളർ കൊടുത്ത് അത് നല്ല ഡാർക്ക് വൈറ്റ് ആക്കി ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ സ്റ്റിക്കേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ വേണമെങ്കിൽ ഇതിൽ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒന്നും ആഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ഇതുപോലെ തന്നെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലേക്ക് ഈ ഫോട്ടോ എല്ലാ എഫക്റ്റും ഫിൽറ്ററിങ്ങും എല്ലാം കഴിഞ്ഞ്
അതിലേക്ക് ആഡായിട്ട് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിറ്റി ടാബിലൂടെ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി ടാബിലൂടെ നല്ല രീതിയിൽ വ്യൂസും സബ്സ്ക്രൈബറും നിങ്ങൾക്ക് ഇതുപോലെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബിലൂടെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഒരു ടെക്സ്റ്റ് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ടെക്സ്റ്റ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്ത് പോസ്റ്റ് ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു പോൾ നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും, ആ പോൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, അതുപോലെ എങ്ങനെ ഒരു ഇമേജ് നമുക്ക് അപ്ലോഡ് ചെയ്യാം, ആ ഇമേജ് എങ്ങനെ ഷെഡ്യൂൾ ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. വളരെ എളുപ്പത്തിന് കമ്മ്യൂണിറ്റി ടാബിലൂടെയുള്ള പോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഗ്രോത്തിനും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിൻ്റെ ഒരു ഫുൾ ടൈം ആക്ടിവിറ്റി ഉണ്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ അറിയിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു ഫീച്ചർ തന്നെയാണ് കമ്മ്യൂണിറ്റി ടാബ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ യൂട്യൂബ് ചാനൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കിടക്കുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.